ജിഷാദ്, ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? ഇവിടെ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണോ? ഇപ്പോഴുള്ള ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ദേശീയപാത കുറ്റിപ്പുറം മൂടാൽ കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപമാണ് ഈ അപകടം നടന്നത്. രാവിലെ 11 മണിയോട് കൂടിയിട്ടായിരുന്നു ഈ അപകടം നടക്കുന്നത്. ഈ മഴ പെയ്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് പ്രാഥമിക നിഗമനം. ബസ്, അതായത് അപകടത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ബസ് ചേസിൽ നിന്ന് വേറിട്ടിട്ടുണ്ട്. ഇതിൽ 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ്. അതുപോലെ തന്നെ നിരവധി ആളുകൾ 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് നിന്നും തൃശ്ശൂരിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇപ്പോ ഹൈവേ ബ്ലോക്ക് ചെയ്ത് മേൽനടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സും പോലീസും. അതായത് നല്ല ഗതാഗത ബ്ലോക്കാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ദേശീയപാതയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പും ഇതേ ഭാഗത്ത് നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അമിത വേഗത തന്നെയാണ് അപകട കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ, അതായത് നിർത്തിയിട്ട ഒരു അപകടത്തിൽപ്പെട്ട ഒരു കാറ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാറിന്റെ മുകളിലേക്കാണ് ഈ ബസ് വന്ന് മറിയുന്നത്. വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ കാറിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കുണ്ടോ? അത്തരം വിവരങ്ങൾ ലഭ്യമാണോ? അതായത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അപകട മേഖലയാണ്. ഈ അപകടത്തിൽപ്പെട്ട ഒരു കാറ് ഇവിടെ ഒരു 2-3 ദിവസങ്ങളായി നിർത്തിയിട്ടിരുന്നു. അതിന്റെ മുകളിലേക്ക്, അതിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, അതിന്റെ മുകളിലേക്ക് വന്നിട്ടായിരുന്നു ഈ ബസ് മറിയുന്നത്. മഴ പെയ്തത് കാരണം ഹൈവേയിലെ നിരവധി അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു അപകടം തന്നെയാണ് ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ്. അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് ഇതിനു മുമ്പ് പ്രതികരിച്ച നാട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? നാട്ടുകാർ കൂടി ചേർന്നിട്ടാണോ രക്ഷപ്പെടുത്തിയത്? ആദ്യം ഈ അപകടം കണ്ടത് നാട്ടുകാരായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനം അവിടെ നടന്നത്? രക്ഷാപ്രവർത്തനം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ആദ്യം ആരംഭിച്ചത്. പിന്നീട് തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും അതുപോലെ തന്നെ കുറ്റിപ്പുറം പോലീസും സ്ഥലത്തെത്തിയാണ് പിന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ബസ്, അതായത് തല കുത്തി മറിഞ്ഞെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.